ഈ അറബിക്കടലിൽ തീപിടിച്ച കപ്പലിനെ തീരമേഖലയിൽ നിന്ന് മാറ്റാനുള്ള ശ്രമം തുടരുന്നു. ഹെലികോപ്റ്റർ വഴി 4 നാവികസേനാ അംഗങ്ങൾ കപ്പലിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഓഫ് ഷോർ വാരിയർ എന്ന ടഗ്ഗുമായി ബന്ധിപ്പിച്ചു. കപ്പലിനെ കെട്ടിവലിച്ചു കൊണ്ടുപോകാൻ കൂടുതൽ ടഗ്ഗുകൾ ഉപയോഗിക്കും. വിവരങ്ങളുമായി അർച്ചന നമ്മളോടൊപ്പം കൊച്ചിയിൽ നിന്ന് ചേരുകയാണ്. നോക്കാം എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന്. അർച്ചന, ഗുഡ് മോർണിംഗ്. ആ കപ്പലിനെ കൂടുതൽ ഉൾഭാഗത്തേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം കുറേ ദിവസമായി തുടരുകയാണ്. നേരത്തെ ഒരു ടഗ് ബോട്ടാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കൂടുതൽ ടഗ് ബോട്ടുകൾ എത്തിയിരിക്കുകയാണോ? മനു, കൂടുതൽ ടെക് ബോട്ടുകൾ ഇത്തരത്തിൽ എത്തുമെന്ന ഒരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. പ്രധാനമായും ഇപ്പോഴും ആശങ്ക ഒഴിഞ്ഞിട്ടില്ല. ഇതിൽ പ്രധാനപ്പെട്ട കാരണം ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമായിട്ടില്ല. അതിലിപ്പോഴും തീയുണ്ട്. മാത്രമല്ല വലിയ രീതിയിൽ പുക, ഈ രാസവസ്തുക്കൾ അടങ്ങിയ പുക വലിയ രീതിയിൽ ഉയരുകയാണ്. ഇതെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയാകുന്നുണ്ട്. ഇനി പ്രധാനമായും ഈ ഷോർ, അതായത് ഓഫ് ഷോർ വാരിയർ എന്ന ടഗുമായാണ് ഇപ്പോൾ ബന്ധിപ്പിച്ചിരിക്കുന്നത്. കപ്പലിലെ 4 നാവിക സേനാംഗങ്ങൾ ഇറങ്ങിയാണ് ഇന്നലെ ഇത് ബന്ധിപ്പിച്ചിരിക്കുന്നത്. അതിനുശേഷം അവർ ഈ നാവികസേനയുടെ വിമാനത്തിൽ അന്ന് ഇറങ്ങിയിട്ടാണ് ഇത്തരത്തിൽ ഈ ക്രമീകരണങ്ങൾ നടത്തിയത്. അതിനുശേഷം ഇത് നീക്കാനുള്ള തീരത്തിൽ നിന്ന് മാറ്റാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ഏറ്റവും പ്രധാനമായും ആശങ്കയായി നിലനിൽക്കുന്നത് കാലാവസ്ഥയാണ്. പ്രക്ഷുബ്ധമായ കടലാണ്. അതുകൊണ്ട് തന്നെ അത്തരം ആശങ്കകളുണ്ട്. മാത്രമല്ല വെള്ളം ഈ കൂടുതൽ പമ്പ് ചെയ്ത് ഇത്തരത്തിൽ ഇതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം രീതിയിലേക്ക് ഈ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇത് ഒഴുകുമ്പോൾ എന്നടക്കമുള്ള സാധ്യതകൾ, ആശങ്കകളെല്ലാം തന്നെ മുന്നിലുണ്ട്. അതിനിടെയാണ് ഇത്തരത്തിൽ ഇത് കെട്ടിവലിച്ച്, ഇരുമ്പ് ദണ്ഡുമായി കെട്ടിവലിച്ച് ഇത്തരത്തിൽ ഇത് മുന്നോട്ട് പോകുന്നത്. എന്തായാലും ആഴക്കടലിലേക്ക് കൊണ്ടുപോകാൻ തന്നെയാണ് ഇപ്പോൾ നിലവിൽ തീരുമാനമായിരിക്കുന്നത്. എങ്ങോട്ടായിരിക്കും ഇത് എത്തിക്കുക എന്നത് സംബന്ധിച്ച് ഇതുവരെ തീരുമാനമായിട്ടില്ല. എന്തായാലും ഇതിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്ക ഇപ്പോഴും മുന്നിലുണ്ട്. അതേസമയം തന്നെ ഇതിൽ പുക നന്നായി ഉയരുന്നുണ്ട്. ഈ രാസവസ്തുക്കൾ അടങ്ങിയ പുകയാണ്. അതൊക്കെ വലിയ ആശങ്കയായി ഇപ്പോഴും സേനാംഗങ്ങളുടെ മുന്നിലുണ്ട്. എന്തായാലും ഇപ്പോഴും ദൗത്യം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ഇന്ധനം അടങ്ങിയ ടാങ്ക് അടക്കമുള്ളത് കൊണ്ട് തന്നെ ഇത് ഒട്ടും ചൂട് പിടിക്കാത്ത രീതിയിൽ ഈ കപ്പലിനെ നിയന്ത്രിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളാണ് പ്രധാനമായും ഇപ്പോൾ കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. എന്തായാലും കപ്പൽ ആഴക്കടലിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കം നിലവിൽ തുടരുകയാണ്. ആശങ്കയായി നിലവിലുള്ളത് ഇപ്പോൾ കാലാവസ്ഥയും ഒപ്പം ഈ കടുത്ത പുകയും ഒക്കെയാണ് പ്രധാനമായി വെല്ലുവിളിയായി മുന്നിലുള്ളത്. എന്തായാലും എങ്ങനെയാണ് ഈ ദൗത്യം പൂർത്തിയാക്കുക എന്നൊരു ആശങ്ക ഇപ്പോഴും മുന്നിലുണ്ട്. അതേസമയം തന്നെ ഈ ടെക്കുമായി ബന്ധിപ്പിച്ച് ഇപ്പോഴും ഇതിൻ്റെ യാത്ര തുടരുകയാണ്. എന്തായാലും എങ്ങനെയായിരിക്കും ഇത് എത്തുക, എവിടെയായിരിക്കും എത്തുക എന്നതും ഇതുവരെ നിശ്ചയമില്ല. എന്തായാലും ആശങ്ക ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനു ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ. ശരി, ഏതായാലും കൂടുതൽ ഉൾക്കടലിലേക്ക് വലിച്ചുകൊണ്ടു പോകാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് ഇപ്പോൾ അർച്ചന നമ്മളോട് സംസാരിച്ചത്. ഏതായാലും വളരെ വേഗത്തിൽ അത് നമുക്ക് ഭീഷണിയല്ലാത്ത രീതിയിൽ അതിനെ മാറ്റാൻ കഴിയട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.